ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ഓക്സിലറീസിലെ മേ ആൻഡ് മൈറ്റിനെ കുറിച്ചാണ്. പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയെ കാണിക്കാനാണ് മേ മൈറ്റ് ഉപയോഗിക്കുന്നത്. രണ്ടു വാക്കുകളും സാധ്യതയെ കാണിക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിലും നടക്കാൻ സാധ്യത കൂടുതലുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മേയും, വീക്കർ പോസിബിലിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ മൈറ്റ് ഉപയോഗിക്കും. Weather may be better tomorrow. Weather may be better tomorrow. Weather might be better tomorrow. Weather might be better tomorrow. രണ്ട് സെൻറ്റൻസിൻ്റെ അർത്ഥവും നാളെ കാലാവസ്ഥ മെച്ചപ്പെട്ടേക്കാം അല്ലെങ്കിൽ കാലാവസ്ഥ നന്നായേക്കാം എന്നാണ്. രണ്ടിനും ഒരേ അർത്ഥമാണെങ്കിലും കുറച്ചുകൂടി സാധ്യത കാണിക്കാൻ വേണ്ടി നമുക്ക് മേ ബി ബെറ്റർ എന്നും നടക്കാൻ സാധ്യത കുറവാണെങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് ബി ബെറ്റർ എന്നും ഉപയോഗിക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്തേക്കാം. ഇവിടെ രണ്ട് സെൻറ്റൻസിനും ഒരേ അർത്ഥമാണെങ്കിലും കൂടുതൽ സാധ്യത കാണിക്കാൻ മേയും സാധ്യത കുറവാണെങ്കിൽ അവിടെ മൈറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ മേ കം ടു സ്റ്റഡി വിത്ത് അസ്. ഹീ മേ കം ടു സ്റ്റഡി വിത്ത് അസ്. അവൻ ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വന്നേക്കാം. ഷീ മൈറ്റ് ബി അറ്റ് ദി ഓഫീസ് റൈറ്റ് നൗ. ഷീ മൈറ്റ് ബി അറ്റ് ദി ഓഫീസ് റൈറ്റ് നൗ. അവളിപ്പോൾ ഓഫീസിലായിരിക്കാം. ഇവിടെ അവൻ നമ്മുടെ കൂടെ പഠിക്കാൻ വരാമെന്നുള്ളത് സാധ്യത കൂടുതലായതുകൊണ്ട് മേയും ഓഫീസിലായിരിക്കാം എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് മൈറ്റും ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹീ മേ ഗോ നൗ. അവൻ ഇപ്പോൾ പോയേക്കാം. ഹീ മേ ഗോ നൗ. ഐ മൈറ്റ് വിൻ ദ ലോട്ടറി. എനിക്ക് ലോട്ടറി അടിച്ചേക്കാം. ഐ മൈറ്റ് വിൻ ദ ലോട്ടറി. അപ്പോൾ ഹയർ പോസിബിലിറ്റി പറയാൻ വേണ്ടി മേയും വീക്കർ പോസിബിലിറ്റി പറയാൻ വേണ്ടി മൈറ്റും ഉപയോഗിക്കുന്നു. ഇനി പെർമിഷൻ ചോദിക്കാനും കൊടുക്കാനും റെഫ്യൂസ് ചെയ്യാനും നമുക്ക് മേ ഉപയോഗിക്കാം. ഫോർമൽ സിറ്റുവേഷനിൽ പെർമിഷൻ ചോദിക്കാനാണ് കൂടുതലായും നമ്മൾ മേ ഉപയോഗിക്കുന്നത്. മേ ഐ കം ഇൻ സർ? യെസ് യു മേ. യു മേ ഗോ നൗ. മേ ഐ ഓപ്പൺ ദ വിൻഡോ? നോ യു മേ നോട്ട്. ഇനി ഒരാളെ വിഷ് ചെയ്യാനായിട്ട് നമുക്ക് മേ ഉപയോഗിക്കാം. May God bless you. May your day be as special as you are. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് പോലുള്ള ഭാഗങ്ങളിൽ മേയുടെ പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ഷീ സെഡ് മൈ ടീച്ചേഴ്സ് മേ വിസിറ്റ് മൈ ഹോം നെക്സ്റ്റ് മന്ത്. ഷീ സെഡ് മൈ ടീച്ചേഴ്സ് മേ വിസിറ്റ് മൈ ഹോം നെക്സ്റ്റ് മന്ത്. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ മേയുടെ സ്ഥാനത്ത് നമ്മൾ മൈറ്റാണ് എഴുതുക. ഷീ സെഡ് ദാറ്റ് ഹർ ടീച്ചേഴ്സ് മൈറ്റ് വിസിറ്റ് ഹർ ഹോം നെക്സ്റ്റ് മന്ത്. ഷീ സെഡ് ദാറ്റ് ഹർ ടീച്ചേഴ്സ് മൈറ്റ് വിസിറ്റ് ഹർ ഹോം നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾസ് മേ മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞല്ലേ. എല്ലാത്തിലും ശ്രദ്ധിച്ചാൽ അറിയാം മേ ആൻഡ് മൈറ്റിന് ശേഷം നമ്മൾ V1 അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചത്. മേ വിസിറ്റ്, മേ കം, മൈറ്റ് വിസിറ്റ്, മൈറ്റ് കം എന്നിങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മേ ആൻഡ് മൈറ്റിനെ കുറിച്ചാണ്. ഹയർ ഡിഗ്രി ഓഫ് പോസിബിലിറ്റി പറയാനായിട്ട് നമ്മൾ മേയും വീക്കർ ഡിഗ്രി ഓഫ് പോസിബിലിറ്റി കാണിക്കാനായിട്ട് നമ്മൾ മൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.